PSC പരീക്ഷയിലേക്കുള്ള ഒരു യാത്രയിലാണ് നമ്മളുള്ളത് അല്ലേ? അപ്പോൾ PSC യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 5ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം പുസ്തകത്തിലെ 4ാമത്തെ പാഠഭാഗമായ വസ്ത്രത്തിൻ്റെ നാൾവഴികളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നത് ഇവിടെ തത്തയുടെ ചിത്രം, ആട്, ആമ ഇവയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തത്തയുടെ തൂവലുകൾ, ആടിൻ്റെ രോമം, ആമയുടെ പുറന്തോട് ഇവയൊക്കെ എങ്ങനെയാണ് അവയെ പ്രതികൂല കാലാവസ്ഥയിൽ നിന്ന് സംരക്ഷിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ആ ചിത്രം കൊടുത്തിട്ടുള്ളത്. ആടിൻ്റെ രോമവും തത്തയുടെ തൂവലുകളും ആമയുടെ പുറന്തോടും പ്രതികൂല കാലാവസ്ഥയിൽ നിന്ന് ഒരു വസ്ത്രം പോലെ സംരക്ഷണം ഒരുക്കുന്നു. പക്ഷെ മനുഷ്യർക്കാണെങ്കിലോ നമ്മൾക്കെന്താ വസ്ത്രങ്ങൾ ആവശ്യമാണ് അല്ലേ? അപ്പോൾ വസ്ത്രങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വസ്ത്രങ്ങളെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ മുഴുവനായിട്ട് പറയുന്നത്. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഈ പാഠഭാഗം പഠിപ്പിച്ചതിന് ശേഷം ഇതിലുള്ള ഈ PDF രൂപത്തിലുള്ള നോട്ട് PSC യാത്ര എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട മുഴുവൻ MCQകളും നിങ്ങൾക്കവിടെ കാണാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് പറയുന്ന പോയിന്റ് വസ്ത്രം നമുക്ക് എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ തണുപ്പിൽ നിന്ന് സംരക്ഷണം നൽകുന്നു, ചൂടിൽ നിന്ന് സംരക്ഷണം നൽകുന്നു, ശരീരത്തിലെ ചൂട് നിലനിർത്തുന്നു, പ്രാണികളിൽ നിന്ന് സംരക്ഷണം നൽകുന്നു. ഇതെല്ലാം നമുക്കറിയാവുന്ന പോയിന്റാണ്, ഒന്നും അഡീഷണലായിട്ടില്ല. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രത്തിന് ദീർഘകാലം മുന്നേയുള്ള ചരിത്രം ഉണ്ടെന്ന് നമുക്കറിയാം. വസ്ത്രം ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ വഴികളിലൂടെയാണ് വന്നിട്ടുള്ളതെന്നൊക്കെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആദിമ മനുഷ്യരുടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവർ മരത്തിൻ്റെ തോലും ഇലകളും മൃഗത്തൊലിയും ഒക്കെ ഉപയോഗിച്ചിട്ട് വസ്ത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതിൻ്റെ ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ മരവുരി എന്നൊന്ന് ഒരു പോയിൻ്റ് അവിടെ കൊടുത്തിട്ടുമുണ്ട്. വേട്ടയാടി ജീവിച്ചിരുന്ന കാലത്ത് സ്വന്തം ചുറ്റുപാടുകളിൽ നിന്ന് ലഭിച്ച വസ്തുക്കളായിരുന്നു മനുഷ്യർ വസ്ത്രമായി ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ എന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്? പുല്ല്, ഇലകൾ, മരത്തോലിനെയാണ് മരവുരി എന്ന് പറയുന്നത് കേട്ടോ. മരത്തോലിനെയാണ് മരവുരി എന്ന് പറയുന്നത്. പിന്നെ മൃഗങ്ങളുടെ തോല് എന്നിവ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏത് കാലത്ത്? വേട്ടയാടി ജീവിച്ചിരുന്ന അന്ധകാലം. ഓക്കെ. അപ്പോൾ ഇവരെന്താണ് അപ്പോൾ സൂചിയൊക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവുക? മിനുസപ്പെടുത്തിയ കല്ലുകൾ, അതുപോലെയുള്ള മൃഗങ്ങളുടെ കൊമ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂചി മിനുസാക്കി കൂർപ്പിച്ചിട്ടൊക്കെ സൂചിയാക്കി ഉപയോഗിച്ചിട്ടാണ് വസ്ത്രങ്ങൾ തുന്നിയെടുത്തിട്ടുണ്ടാക്കുന്നത്. അപ്പം മൃഗങ്ങളുടെ തോലും രോമവും ഇതൊക്കെ മയപ്പെടുത്തി വൃത്തിയാക്കി എടുത്തിട്ടൊക്കെ വസ്ത്രം നെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങി. ഓക്കെ, ഇങ്ങനെയാണ് വസ്ത്രത്തിൻ്റെ ഒരു ചരിത്രം ആരംഭിക്കുന്നത്. ആദിമ മനുഷ്യരുടെ വസ്ത്രനിർമ്മാണം ഇന്നത്തേതുപോലെ ആയിരുന്നില്ല, അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇവിടെ ഒരു കൽസൂചിൻ്റെ ചിത്രവും കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കിയേക്കാം. പിന്നീടാണ് നെയ്ത്തുവിദ്യയിലേക്ക് നമ്മൾ വരുന്നത്. അപ്പോൾ ചുറ്റുപാടിൽ നിന്ന് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് നാരുകൾ, ഈ നാരുകളൊക്കെ ശേഖരിച്ച് ഇതൊക്കെ ഉപയോഗിച്ച് നൂലുണ്ടാക്കി, ഈ നൂലുപയോഗിച്ച് തുണി ഉണ്ടാക്കി. ഇതിനെയാണ് നമ്മൾ നെയ്ത്തെന്ന് പറയുക. നാരുകൾ കൂട്ടിച്ചേർത്ത് പിരിച്ച് നൂലുകൾ ഉണ്ടാക്കി നൂലുപയോഗിച്ച് തുണി ഉണ്ടാക്കുന്ന വിദ്യയാണ് നെയ്ത്ത്. ഇനി സിന്ധു നദീതീരത്തിലെ വസ്ത്രം, സിന്ധു നദീതടത്തിലെ വസ്ത്രം. അപ്പോൾ സിന്ധു നദീതടത്തിനെ കുറിച്ച് നമ്മൾ മുന്നേ ഒരു ചാപ്റ്റർ പഠിച്ചപ്പോഴും അവിടെയും പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ആഹാര സമ്പാദനവുമായി ബന്ധപ്പെട്ട് ധാന്യപ്പുരയുടെ ഒരു കാര്യം, സിന്ധു നദീതടത്തിലെ കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഓർത്തു വച്ചേക്കാം. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് നിലനിന്നിരുന്ന പ്രാചീന നദീതട സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. അപ്പോൾ സിന്ധു ജനത പരുത്തിയും കമ്പിളി വസ്ത്രങ്ങളും നിർമ്മിച്ചിരുന്നതായി ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അനുമാനിക്കാവുന്നതാണ്. എന്തൊക്കെയാണ്? പരുത്തിയും കമ്പിളി വസ്ത്രങ്ങളും നിർമ്മിച്ചിരുന്നു എന്നാണ് പറയുന്നത് സിന്ധു നദീതട സംസ്കാര ജനത. അപ്പോൾ അവിടെ കുപ്പായം അണിഞ്ഞ പ്രതിമകൾ, അവയുടെ അങ്ങനെ ഒരു രൂപം അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള ഊഹങ്ങളിലേക്കൊക്കെ എത്തിച്ചേരുന്നത്. ഇത് അവരുടെ വസ്ത്രധാരണ രീതി ആയിരിക്കാം പ്രതിനിധീകരിക്കുന്നത് എന്നൊക്കെയുള്ളൊരു ഊഹങ്ങളിൽ നിന്ന്. ഓക്കെ, പരുത്തി ഇവിടെ നിന്ന് മറ്റ് ദേശങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നതായി കരുതപ്പെടുന്നുണ്ട്. അപ്പോൾ സിന്ധു നദീതടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 പോയിന്റ് എന്തൊക്കെയായിരുന്നു? പരുത്തിയും കമ്പിളിയും ഉപയോഗിച്ചിരുന്നു, പരുത്തി മറ്റ് ദേശങ്ങളിലേക്ക് കൊണ്ടുപോയതായിട്ട് കരുതപ്പെടുന്നുണ്ട്, പിന്നെ കുപ്പായമണിഞ്ഞ പ്രതിമകൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് അവരുടെ വസ്ത്രധാരണ രീതിയെ കാണിക്കുന്നതായിട്ട് കരുതപ്പെടുന്നു. കാലക്രമേണ തുണി നെയ്തെടുക്കുന്ന വിദ്യ കൂടുതൽ വികാസം പ്രാപിച്ചു. ആദ്യകാലത്ത് പരുത്തിയിൽ നിന്നും
ചണത്തിൽ നിന്നും നിർമ്മിച്ച നൂലുപയോഗിച്ച് കൈകൾ കൊണ്ട് മാത്രമാണ് തുണി ഇരുന്നത്. തോലിനേക്കാൾ മെച്ചപ്പെട്ടതാണ് നൂലുകൊണ്ട് നെയ്തെടുത്ത തുണികൾ എന്ന തിരിച്ചറിവ് നെയ്ത്ത് വസ്ത്രങ്ങളുടെ വ്യാപനത്തിനിടയാക്കി. അപ്പോൾ ആദ്യകാലങ്ങളിലെ കാര്യം നമ്മൾ പറഞ്ഞു, മൃഗങ്ങളുടെ തോലും ഇലയും ഒക്കെ വെച്ചിട്ടാണ്, മരത്തിൻ്റെ തൊലിയും ഒക്കെ വെച്ചിട്ടാണ് വസ്ത്രം നിർമ്മിച്ചിരുന്നത്. പിന്നെയാണ് നാരുകൾ പിരിച്ച് നൂലുണ്ടാക്കി, നൂലുകൾ തുന്നിച്ചേർത്ത് നെയ്ത് തുണികളുണ്ടാക്കി വസ്ത്രങ്ങൾ നെയ്യാൻ തുടങ്ങിയത്. അപ്പം മൃഗത്തോലിനേക്കാൾ എന്തുകൊണ്ടും നൂലുകൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങളാണ് നല്ലത് എന്ന് തിരിച്ചറിയാൻ തുടങ്ങിയ ആളുകൾ. അപ്പോൾ പരുത്തിയിൽ നിന്നും ചണത്തിൽ നിന്നും നിർമ്മിച്ച നൂലുപയോഗിച്ച് കൈകൾ കൊണ്ട് തുന്നിയെടുക്കാൻ തുടങ്ങി. ഓക്കെ, അത് വസ്ത്രങ്ങളുടെ വ്യാപനത്തിന് ഇടയാക്കി. മരം കൊണ്ട് നിർമ്മിച്ച തറികൾ ഉപയോഗിച്ച് തുണി നിർമ്മിക്കുന്ന രീതി പിന്നീട് വികാസം പ്രാപിച്ചു. അപ്പം നമുക്കറിയാം, നെയ്ത്ത് കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഇപ്പോഴും പ്രചാരത്തിലുള്ള ഒരു നെയ്ത്ത് വിദ്യ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ കണ്ണൂർ ജില്ലയിലൊക്കെ നെയ്ത്ത് ഒരുപാട് പ്രചാരത്തിലുള്ളതാണ്. ഒരുപാട് ആൾക്കാരുടെ ഉപജീവന മാർഗമാണ് നെയ്ത്ത് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ തറികളിലൂടെ തുണി നെയ്തെടുക്കുന്ന ഒരു പരിപാടി. മനുഷ്യരുടെ വസ്ത്രാവശ്യം വർദ്ധിച്ചത് നെയ്ത്തുപകരണങ്ങളുടെ കണ്ടുപിടുത്തത്തിന് വഴിതെളിച്ചു. നെയ്ത്തുപകരണങ്ങൾ അങ്ങനെ കണ്ടുപിടിക്കുകയാണ്. ഇത് നെയ്ത്ത് വേഗത്തിലാക്കാൻ സഹായിച്ചു. നൂലുപയോഗിച്ച് കൈത്തറിയിൽ നെയ്യുന്ന തുണികളാണ് കൈത്തറി തുണികൾ. ഇപ്പോൾ നൂലുപയോഗിച്ച് കൈത്തറി ഉപയോഗിച്ച് നെയ്യാൻ തുടങ്ങി. അപ്പോൾ കൈത്തറി തുണികളുണ്ടായി. അപ്പോൾ ഇതാ കൈത്തറി തുണികൾ എങ്ങനെയാണ് നെയ്യുന്നത് എന്നുള്ളതിൻ്റെ യന്ത്രത്തിൻ്റെ ആ ഒരു ചിത്രം, ആദ്യകാല നൂൽപ്പി യന്ത്രവും കൈത്തറിയും തമ്മിലുള്ള ഒരു ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൈത്തറിയുടെ കണ്ടുപിടുത്തം വസ്ത്രനിർമ്മാണ രംഗത്ത് മുന്നേറ്റം ഉണ്ടാക്കിയെന്ന് പറയുന്നു. പിന്നെ നീലം ചെടിയിൽ നിന്നുണ്ടാക്കിയ ചായം മുക്കാൻ തുടങ്ങി. നൂലുകൾക്ക് ചായം മുക്കിക്കൊണ്ട് പുതിയ പുതിയ കളറിലുള്ള പല പല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ അത് കൂടുതൽ പ്രചാരം ലഭിച്ചു അതിന്. അപ്പോൾ നീലം എന്നുള്ളൊരു പോയിൻ്റ് അവിടെ ഓർത്ത് വെച്ചേക്കാം. പിന്നെ എന്തൊക്കെയാണ് ആ മെറ്റീരിയൽസിനെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ്, പരുത്തി. ലോകവ്യാപകമായി വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് പരുത്തി. പരുത്തി ചെടിയിൽ നിന്ന് ലഭിക്കുന്ന പഞ്ഞി നൂലാക്കിയാണ് വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നത്. പരുത്തിച്ചെടിയിൽ നിന്ന് ലഭിക്കുന്ന പഞ്ഞി നൂലാക്കി വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ഇപ്പോൾ പരുത്തി ഇപ്പോൾ പ്രാചീന കാലം തൊട്ടേ നമ്മുടെ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന ഒന്നാണ് പരുത്തി എന്ന് പറയുന്ന സാധനം. ഇതെവിടെ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്, പരുത്തിയിൽ നിന്ന് നൂലാക്കിയ ചിത്രവും കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയുന്നത് ചണം അഥവാ ജൂട്ട്. പരുത്തി എന്ന് പറയുന്നത് നമ്മുടെ കോട്ടനാട്ടോ, കോട്ടൺ. ഇനി ജൂട്ട്. ചണച്ചെടിയിൽ നിന്നാണ് ചണം ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു പ്രകൃതിദത്തനാരാണ് ചണം. ലോകത്ത് ചണം കൃഷിയുടെ ഭൂരിഭാഗവും ഇന്ത്യയിലെ ഫലഭൂയിഷ്ഠമായ ഗംഗാ തീരത്താണ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ചണം കൃഷിയുടെ ഭൂരിഭാഗവും എവിടെ? ലോകത്തിലെ മൊത്തം കാര്യം കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതിലെ ഭൂരിഭാഗവും ഗംഗാ തീരത്താണ്. ഗംഗാ തീരത്തെ മണ്ണിൻ്റെ പ്രത്യേകത എന്താ? പൊതുവേ നദീതീരങ്ങളിലൊക്കെ ഫലഭൂയിഷ്ഠമായ മണ്ണാണെന്നാണല്ലേ പറയുക. മറ്റേ ഫലഭൂയിഷ്ഠിയുള്ള മണ്ണ് അടിഞ്ഞുകൂടുന്നതാണ്. അപ്പോൾ അവിടെയാണ് ഇന്ത്യയിലെ ലോകത്തിലെ ഭൂരിഭാഗവും ചണം കൃഷി ഗംഗാതീരത്താണ് ഉള്ളതെന്ന് പറയുന്നു. അപ്പോൾ വിദേശികൾ തുണി വ്യവസായത്തിനായി ഇന്ത്യയിൽ നിന്ന് ധാരാളമായി ചണം കൊണ്ടുപോയിരുന്നു. ഒരു കാലത്ത് വിദേശികൾ തുണി വ്യവസായത്തിനായി ഇന്ത്യയിൽ നിന്ന് ധാരാളം ചണം കൊണ്ടുപോയിരുന്നു. പിന്നെ പറയുന്നത് നീലം ചെടീനെ കുറിച്ചാണ്. ഇൻഡിഗോ. ആദ്യകാലങ്ങളിൽ വസ്ത്രം നിറം കൊടുക്കാൻ നീലം ചെടിയിൽ നിന്നുണ്ടാക്കുന്ന ചായം ഉപയോഗിച്ചിരുന്നു. പിന്നീട് വിവിധ കൂട്ടുകൾ ചേർത്ത് വ്യത്യസ്ത നിറങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ നീലം കർഷകരെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലേ. ഒരുപാട് നമ്മൾ ചരിത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ നീലം കർഷകരുടെ യാതനകളെക്കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലും നിരവധി കൈത്തറി കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ എവിടെയൊക്കെ അത്? കണ്ണൂർ, തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം, തൃശ്ശൂർ ജില്ലയിലെ കൂത്താമ്പുള്ളി എന്നിവിടങ്ങളാണ് പ്രധാന കൈത്തറി. അപ്പോൾ കണ്ണൂർ ജില്ല, നമ്മൾ കണ്ണൂർ പറയുമ്പം എന്താ, തിറയുടെയും തറികളുടെയും നാട് എന്ന് പ്രധാനപ്പെട്ട് കണ്ണൂരിനെ എടുത്തു പറയാറില്ലേ. ഇപ്പോൾ കണ്ണൂർ, തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം, തൃശ്ശൂർ ജില്ലയിലെ കൂത്താമ്പുള്ളി എന്നിവയാണ് പ്രധാന കൈത്തറി കേന്ദ്രങ്ങൾ. അപ്പോൾ കൈത്തറി വസ്ത്രങ്ങളുടെ കുറച്ച് ചിത്രമൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ശാസ്ത്ര പുരോഗതി വസ്ത്രനിർമ്മാണ രംഗത്ത് പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിന് കാരണമായി. ഇപ്പോൾ സ്പിന്നിങ് ജെന്നി എന്ന് പറയുന്ന പുതിയ യന്ത്രം, സ്പിന്നിങ് ജെന്നി, ഇപ്പോൾ കൈത്തറി മേഖലയ്ക്ക് പുതിയൊരു മുതൽക്കൂട്ടായി, പുതിയൊരു യന്ത്രം കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത്. കൈകൊണ്ടുള്ള നൂലുൽപാദനം അക്കാലത്തെ വ്യവസായ ആവശ്യത്തിന് തികയുമായിരുന്നില്ല. അപ്പോൾ ഒരുപാട് ആൾക്കാർ കൂടുകയാണ്. അപ്പോൾ ആൾക്കാരുടെ വസ്ത്രത്തിനുള്ള ആവശ്യങ്ങൾ കൂടുകയാണ്. അപ്പോൾ ഈ കൈകൊണ്ട് നെയ്യുന്നതിനെ കൊണ്ട് തികയാതെ വരുന്നു. അങ്ങനെയാണ് പുതിയൊരു നൂൽപ്പ് യന്ത്രം
കണ്ടുപിടിക്കുന്നതിലേക്ക് പോകുന്നത്. സ്പിന്നിങ് ജെന്നി എന്ന് പറയുന്നൊരു യന്ത്രം കണ്ടുപിടിക്കുന്നു. അപ്പോൾ കൈകൊണ്ടുള്ള ഉൽപ്പാദനം തികയാതെ വന്നപ്പം സ്പിന്നിങ് ജെന്നിൻ്റെ കണ്ടുപിടുത്തം നൂലുൽപാദനം വേഗത്തിലാക്കുന്നു. ജനസംഖ്യയിലെ വർധനവ് വസ്ത്രത്തിൻ്റെ ആവശ്യകത വർദ്ധിപ്പിച്ചു. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലേ. പുതിയ യന്ത്രങ്ങൾ നെയ്ത്തുവിദ്യയുടെ ഭാഗമായി. അവ മനുഷ്യപ്രയത്നം കുറച്ചു. കൈത്തറിയുടെ സ്ഥാനത്ത് യന്ത്രത്തറി വന്നു. കൈത്തറി മാറിയിട്ട് യന്ത്രത്തറി. എന്നിരുന്നാലും ഇപ്പോഴും കൈത്തറി പ്രചാരത്തിലുണ്ട് കേട്ടോ. ഓക്കെ, ഇനി യന്ത്രത്തറി എന്താണെന്നുള്ളത്. എഡ്മണ്ട് കാർട്ട്റൈറ്റ് എന്ന് പേര് നോക്കുക. എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ് യന്ത്രത്തറി കണ്ടുപിടിച്ചത്. വൈദ്യുതിയുടെയോ മറ്റേതെങ്കിലും ഊർജ്ജ സ്രോതസ്സിൻ്റെയോ സഹായത്താലാണ് യന്ത്രത്തറി പ്രവർത്തിപ്പിക്കുന്നത്. കൈത്തറിയേക്കാൾ വളരെ വേഗത്തിൽ കൂടുതൽ തുണികൾ ഉൽപ്പാദിപ്പിക്കാൻ യന്ത്രത്തറിക്ക് കഴിയും. അതായത് യന്ത്രത്തറി വന്നതോടുകൂടി വളരെ വേഗത്തിൽ നിർമ്മാണം നടത്താൻ തുടങ്ങി. വൈദ്യുതി ഉപയോഗിച്ചിട്ട് കൈത്തറിനേക്കാളും സ്പീഡിൽ വൈദ്യുതിയുടെ ഊർജ്ജ സ്രോതസ്സിൻ്റെ വൈദ്യുതിയുടെ സഹായത്തോടെ വളരെ വേഗത്തിൽ കൂടുതൽ തുണി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. പിന്നെ യന്ത്രവൽകൃത വസ്ത്രനിർമ്മാണത്തിൻ്റെ ഒരു ഫാക്ടറി യൂണിറ്റിൻ്റെ ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. യന്ത്രവൽക്കരണത്തിൻ്റെ ഫലമായി കൂടുതൽ ഉൽപ്പാദിപ്പിച്ച തുണികൾ വിറ്റഴിക്കാൻ കമ്പോളങ്ങൾ തേടി യൂറോപ്യർ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു. കൂട്ടത്തിൽ അവർ ഇന്ത്യയിലും എത്തി. തുണി വ്യവസായത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ നിന്ന് അവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയി. യന്ത്രങ്ങളുടെ സഹായത്തോടെ അവിടെ ഉൽപ്പാദിപ്പിച്ച തുണികൾ ഇന്ത്യയിലെത്തിച്ച് വിറ്റഴിച്ചു. അപ്പോൾ അവർ തുണി വ്യവസായത്തിന് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കളൊക്കെ നമ്മുടെ ഇന്ത്യയിലെത്തിയിട്ട് ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോയി, അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവിടുന്ന് ചീപ്പ് റേറ്റിൽ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഒരുപാട് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിട്ട് ഇവിടെ അത് വിറ്റഴിക്കാൻ തുടങ്ങി. യൂറോപ്യന്മാരെ കുറിച്ചാണ് പറയുന്നത്. ഭൂമിയിലെ 7 വൻകരകളിൽ ഒന്നാണ് യൂറോപ്പ്. ഈ വൻകരയിലുള്ള ജനതയെയാണ് യൂറോപ്യർ എന്ന് വിളിക്കുന്നത്. യൂറോപ്പിൽ നിന്നും കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയവരാണ് പോർച്ചുഗൽ. ഡച്ചുകാരനെ നെതർലൻഡ്സ് എന്ന് വിളിക്കുന്നുണ്ട്. പിന്നെ ഇംഗ്ലീഷുകാർ ഇംഗ്ലണ്ട്, ഫ്രഞ്ചുകാർ ഫ്രാൻസ്. അപ്പോൾ ഇവരൊക്കെ യൂറോപ്പിൽ നിന്ന് കച്ചവടത്തിനായിട്ട് ഇന്ത്യയിലെത്തിയവരാണ്. അപ്പോൾ കച്ചവടത്തിനായി വരുമ്പോൾ ഇന്ത്യയിലെ ഒരു കച്ചവടത്തിനുള്ള സാധ്യത അവർ മുന്നിൽ കണ്ടു. ഇന്ത്യയിൽ എത്തിയാൽ നമ്മളെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കും. ഇവിടെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാം. അവിടെയുള്ള അവർക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുപോയി കച്ചവടം ചെയ്യാം, ഒരുപാട് ലാഭം ഉണ്ടാക്കാം എന്നുള്ള ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ഇന്ത്യയെ കോളനിയാക്കി മാറ്റിയ അവർ ഇവിടെ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ അവരുടെ ദേശങ്ങളിലേക്ക് കൊണ്ടുപോയി. ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയെ കോളനിയാക്കി വെച്ചിരുന്നത് ഇംഗ്ലീഷുകാരാണ്. അവർ ഇന്ത്യയെ കോളനിയാക്കി വെക്കാൻ തുടങ്ങി. അപ്പോൾ ആരൊക്കെയാണ് യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന് കച്ചവട താല്പര്യത്തിന് വേണ്ടി വന്നത്? പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്. പിന്നെ സമൂഹത്തിൽ വന്ന മാറ്റങ്ങളും വസ്ത്രനിർമ്മാണത്തെ കാര്യമായി സ്വാധീനിച്ചു. വസ്ത്രങ്ങളുടെ ആവശ്യകതയിലുണ്ടായ വർധനവ് കൂടുതൽ നവീനമായ യന്ത്രങ്ങളുടെ വികാസത്തിന് വഴിതെളിച്ചു. അപ്പോൾ നമ്മളുടെ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോൾ പലതരത്തിലുള്ള ആവശ്യകതകൾ മാറി മാറി വരികയാണ്. നമ്മൾ പുതിയ തരത്തിലുള്ള നമ്മുടെ ഫാഷൻ കോൺസെപ്റ്റുകൾ മാറുകയാണ്. വസ്ത്രങ്ങളുടെ ഗുണമേന്മ മാറുകയാണ്. വൈവിധ്യമാർന്ന വസ്ത്രങ്ങൾ ജനങ്ങളിലേക്ക് എത്താൻ തുടങ്ങി. പുതിയ പുതിയ നിറങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. പുതിയ പുതിയ സ്റ്റൈലുകളിലുള്ള വസ്ത്രങ്ങൾ ഇറങ്ങാൻ തുടങ്ങി. നമ്മളിന്ന് ഉപയോഗിക്കുന്ന ഭൂരിഭാഗം വസ്ത്രങ്ങളും കാണുന്ന വർണ്ണവൈവിധ്യം ഇത്തരത്തിലുള്ള ചായങ്ങൾ ചേർത്തുണ്ടാക്കുന്നതാണ്. യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്രനിർമ്മാണത്തിൽ വരുത്തിയ മാറ്റം. വസ്ത്ര ഉൽപ്പാദനത്തിലെ വർധനവ്, മനുഷ്യരുടെ അധ്വാന ഭാരത്തിലെ കുറവ്, വസ്ത്രങ്ങളിലെ വൈവിധ്യം, ഗുണമേന്മയുള്ള വസ്ത്രങ്ങളുടെ വ്യാപനം. അപ്പോൾ യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്ര നിർമ്മാണത്തിൽ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. യന്ത്രങ്ങൾ വന്നതോടുകൂടി വസ്ത്രങ്ങൾ വൻ രീതിയിൽ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി, ഒരുപാട് വസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. മനുഷ്യരുടെ അധ്വാനത്തിൻ്റെ ഭാരം കുറഞ്ഞു. വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങളിലെ വൈവിധ്യങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. വസ്ത്രങ്ങളുടെ ഗുണമേന്മ വർദ്ധിച്ചു. വസ്ത്രങ്ങൾ വ്യാപിക്കാൻ തുടങ്ങി. വസ്ത്രവ്യാപനം, എല്ലാവരിലേക്കും വസ്ത്രങ്ങൾ എത്താൻ തുടങ്ങി. വസ്ത്രനിർമ്മാണത്തിന് പ്രകൃതിദത്ത നാരുകളും കൃത്രിമ നാരുകളും ഉപയോഗിക്കുന്നു. ജന്തുക്കളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നുമാണ് പ്രകൃതിദത്ത നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പം പ്രകൃതിദത്ത നാരുകളും കൃത്രിമ നാരുകളും ഉപയോഗിക്കാൻ തുടങ്ങി. പ്രകൃതിദത്ത നാരുകൾ ജന്തുക്കളിൽ നിന്ന് സസ്യങ്ങളിൽ നിന്നുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. കൃത്രിമ നാരുകളുടെ കണ്ടുപിടുത്തം വ്യത്യസ്ത ഘടനയും ഗുണമേന്മയുള്ള തുണിത്തരങ്ങളുടെയും നിർമ്മാണങ്ങളിലേക്ക് വഴിതെളിച്ചു. ഇപ്പോൾ നമ്മൾ പോളിസ്റ്റർ, നൈലോണ്
എന്നിവയിലൊക്കെ കൃത്രിമ നാരുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താ, ഈട് നിൽക്കുന്നതാണ്, ചെലവ് കുറഞ്ഞതാണ്. മനസ്സിലായില്ലേ? അപ്പം കൃത്രിമ നാര് വന്നതോടുകൂടി നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ കൂടുതൽ ഈട് നിൽക്കുന്ന തരത്തിലുള്ള പോളിസ്റ്റർ, നൈലോൺ തുണിത്തരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നാരുകളെക്കുറിച്ചാണ് അടുത്തൊരു ടോപ്പിക്ക് പറയുന്നത്. പ്രകൃതിദത്ത നാരുകൾ. പ്രകൃതിദത്ത നാരുകൾ ഏതിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ജന്തുക്കളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നുമാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ജന്തുക്കളിൽ നിന്ന് ഉണ്ടാകുന്ന ഉദാഹരണം ഏതാണ്? ചെമ്മരിയാടിൽ നിന്ന് കമ്പിളി, പട്ടുനൂൽ പുഴുവിൽ നിന്ന് പട്ടിൻ്റെ നാര്. ഇതൊക്കെ ജന്തുക്കളിൽ നിന്ന് കിട്ടുന്നത്. ചെമ്മരിയാടിൽ നിന്ന് കമ്പിളിയും പട്ടുനൂൽ പുഴുവിൽ നിന്ന് പട്ടിൻ്റെ നാരും കിട്ടുന്നുണ്ട്. പിന്നെ സസ്യങ്ങളിൽ നിന്ന് കിട്ടുന്നത് പരുത്തി, ചണം. ഈ പരുത്തിയിൽ നിന്ന് എന്താ പരുത്തി നാര് കിട്ടുന്നു? ചണത്തിൽ നിന്ന് ചണത്തിൻ്റെ നാരും കിട്ടുന്നുണ്ട്. പിന്നെ കൃത്രിമ നാരുകളെക്കുറിച്ച് പറയുന്നത് പെട്രോളിയം പോലുള്ള രാസവസ്തുക്കൾ. പെട്രോളിയം, അപ്പോൾ നമ്മൾ വിചാരിക്കാത്തൊരു കാര്യമാണല്ലേ, പെട്രോളിയത്തിൽ നിന്നൊക്കെ എങ്ങനെയാണ് നാരുണ്ടാക്കുന്നത് അല്ലേ? അപ്പോൾ പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്ന് കൃത്രിമ നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. പ്രകൃതിദത്ത നാരുകളേക്കാൾ കൃത്രിമ നാരുകൾ ഉപയോഗിച്ചുള്ള തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പൊതുവെ ചിലവ് കുറവാണ്. പെട്ടെന്ന് ചുളിവ് ഉണ്ടാകില്ല എന്ന മേന്മയും ഇതിനുണ്ട്. അപ്പോൾ പോളിസ്റ്റർ, നൈലോണ്, റയോൺ എന്നിവ. അപ്പോൾ എന്താ അതിനുള്ള ഒരു പ്രയോജനം എന്ന് പറയുന്നത്? ചിലവ് കുറവാണ് അല്ലേ? പ്രകൃതിദത്ത നാരുകൾ ഉണ്ടാക്കുന്നതിനേക്കാളും ചിലവ് കുറവാണ് പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്ന് കൃത്രിമ നാര് ഉണ്ടാക്കുന്നതിന്. അപ്പോൾ അത് പെട്ടെന്ന് ചുളിവുണ്ടാവില്ല, കൂടുതൽ കാലം നിലനിൽക്കുകയും ചെയ്യും. പോളിസ്റ്ററും നൈലോണും റയോണും പോലുള്ള തുണിത്തരങ്ങളാണ് അതിൽ പറയുന്നത്. അപ്പോൾ വ്യത്യസ്ത കാലാവസ്ഥയിൽ വസ്ത്രങ്ങളുടെ വൈവിധ്യത്തിനെ കുറിച്ചാണ് കേട്ടോ ഇനി പറയുന്നത്. വ്യത്യസ്ത കാലാവസ്ഥയിൽ ഓരോ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ചോദിക്കുന്നത്, കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് മാത്രമാണോ ഈ വസ്ത്രധാരണത്തിൽ മാറ്റം വരുന്നത്? പലതരത്തിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഓരോ തരത്തിലുള്ള വസ്ത്രങ്ങൾ. അപ്പോൾ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് മാത്രമല്ല. അപ്പോൾ നമ്മളെന്താ, രോഗപ്രതിരോധത്തിനായിട്ട് തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ, ചൂടിൽ നിന്ന് രക്ഷ നേടാൻ ഒക്കെ വസ്ത്രം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഓരോ അധികാരം, ഇപ്പോൾ ഡോക്ടേഴ്സിന് യൂണിഫോമായിട്ട്, പോലീസിനൊരു വസ്ത്രം, ഡോക്ടേഴ്സിനൊരു വസ്ത്രം, അങ്ങനെ നമ്മൾ തൊഴിൽപരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഓരോ അധികാരം കാണിക്കാൻ ഓരോ വസ്ത്രം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കാലാവസ്ഥ, ആചാരം, അധികാര സ്ഥാപനങ്ങൾ, തൊഴിൽ, പ്രാദേശിക വ്യത്യാസങ്ങൾ ഇവയെല്ലാം വസ്ത്രധാരണത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? കാലാവസ്ഥ, ആചാരം, അധികാരസ്ഥാനങ്ങൾ, തൊഴിൽ, പ്രാദേശിക വ്യത്യാസം ഇവയെല്ലാം വസ്ത്രധാരണത്തെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ വസ്ത്രം മാത്രമല്ല, വസ്ത്രത്തോടൊപ്പം ധരിക്കുന്ന ആഭരണങ്ങൾ, തൊപ്പികൾ, പാദരക്ഷകൾ ഇവയിലെല്ലാം നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ വൈവിധ്യങ്ങൾ കാണാൻ പറ്റും. ഇപ്പോൾ ഒരു പോലീസുകാരനെ നോക്കിയാൽ എന്താ, അദ്ദേഹം ധരിക്കുന്ന തൊപ്പി തൊട്ട് ഷൂ വരെ അതൊരു യൂണിഫോമിൻ്റെ ഭാഗമാണ് അല്ലേ? അപ്പോൾ ഇതെല്ലാം ഒരു വസ്ത്രധാരണത്തിൻ്റെ ആ ഒരു സ്വാധീനത്തിനെയാണ് കാണിക്കുന്നത്. ഇന്ന് വസ്ത്രത്തിലും വസ്ത്രധാരണ രീതിയിലും വളരെ വൈവിധ്യങ്ങളും സമാനതകളും നമുക്ക് കാണാൻ കഴിയും. കാലാവസ്ഥ, യാത്ര ചെയ്യുന്നതിനുള്ള സൗകര്യം ഇവയെല്ലാം പരിഗണിച്ച് എന്താ ഓരോ തരത്തിലും ഓരോരോ അനുയോജ്യമായ വസ്ത്രങ്ങൾ നമ്മൾ സ്വീകരിക്കാൻ തുടങ്ങി. പിന്നെന്താ, കലാരൂപങ്ങളിലും നമുക്ക് പലതരത്തിലുള്ള പല വ്യത്യസ്ത കലാരൂപങ്ങളിൽ വ്യത്യസ്ത തരത്തിലുള്ള വസ്ത്രങ്ങൾ, വസ്ത്ര വൈവിധ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ കുറച്ച് ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വസ്ത്രധാരണത്തിലെ വിവേചനങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു മാർത്താണ്ഡവർമ്മയല്ലേ, ശ്രീ ഉത്രം തിരുനാൾ മഹാരാജാവ് തിരുമനസ് എഴുതിയ ഒരു വിളംബരത്തിൻ്റെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. തെക്കൻ കേരളത്തിലെ താഴ്ന്ന ജാതിക്കാർ എന്ന് പറയപ്പെട്ടിരുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കുന്നതിനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട്, എന്തിനാണ് മേൽവസ്ത്രം ധരിക്കുന്നതിനുള്ള അവകാശം എവിടെയുള്ള? തെക്കൻ കേരളത്തിലെ താഴ്ന്ന ജാതിക്കാർ 1859 തിരുവിതാംകൂർ രാജാവായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച വിളംബരമാണ്. ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച വിളംബരം. എന്തിനു വേണ്ടിയിട്ട്? തെക്കൻ കേരളത്തിലെ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാൻ വേണ്ടിയിട്ട്, മാറുമറക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് 1859 ഉത്രം തിരുനാൾ, തിരുവിതാംകൂർ രാജാവായിരുന്ന ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച പുറപ്പെടുവിച്ച വിളംബരമാണിത്. അന്ന് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥ ചില വിഭാഗം ജനങ്ങളെ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കുന്നതിൽ നിന്ന് തടഞ്ഞിരുന്നു.
അപ്പോൾ അത് നമുക്ക് ഈ വിളംബരത്തിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യമാണെന്നാണ് പറയുന്നത്. ഇനി തിരുവിതാംകൂറിനെ കുറിച്ചിട്ടുള്ളൊരു ഷോർട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. തെക്കൻ കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും മധ്യ കേരളത്തിലെ ചെറിയൊരു ഭാഗവും ഇന്ന് തമിഴ്നാടിൻ്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയും ഉൾപ്പെട്ട നാട്ടുരാജ്യമായിരുന്നു തിരുവിതാംകൂർ. തെക്കൻ കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും മധ്യ കേരളത്തിൻ്റെ ചെറിയൊരു ഭാഗവും കന്യാകുമാരി ജില്ലയും. ഇത്രയാണ് തിരുവിതാംകൂറിൽ വരുന്നത്. ഏതൊക്കെയാണ്? തെക്കൻ കേരളത്തിൻ്റെ ഭൂരിഭാഗം, മധ്യ കേരളത്തിൻ്റെ കുറച്ച്, പിന്നെ കന്യാകുമാരി ജില്ല. ഇത്രയും വന്ന തിരുവിതാംകൂറായി. 18-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് ഈ നാട്ടുരാജ്യം വിസ്തൃതി പ്രാപിച്ചത്. അപ്പോൾ 1956 സംസ്ഥാന രൂപീകരണത്തോടെ ഈ നാട്ടുരാജ്യം കേരള സംസ്ഥാനത്തിൻ്റെ ഭാഗമായി. 1956 നമ്മുടെ സംസ്ഥാന രൂപീകരണം ഉണ്ടായിട്ടുള്ളത്. അതോടുകൂടി കേരള സംസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം മാറി. ഇനി മേൽമുണ്ട് സമരം. 19-ാം നൂറ്റാണ്ടിന് തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ സ്ത്രീകൾ മാറുമറക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ മാറുമറയ്ക്കുന്നതിന് വേണ്ടി നടത്തിയ സമരം മേൽമുണ്ട് സമരം ഇമ്പോർട്ടൻ്റ് ആണ്. അക്കാലത്ത് ഉയർന്ന ജാതിയിൽപ്പെട്ടവർ എന്ന് പറയപ്പെട്ട സ്ത്രീകൾക്ക് മാത്രമേ മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. താഴ്ന്ന ജാതിക്കാരായ സ്ത്രീകൾ എന്ത് ചെയ്യും? മേൽജാതിക്കാരെ മുന്നിൽ മാറുമറക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരെ കാണുമ്പോൾ മാറി നിൽക്കണമായിരുന്നു. അപ്പോൾ ഇതിനെതിരെ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിൽ ഈ അവകാശം നേടിയെടുക്കുന്നതിനായി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം എന്ന് പറയുന്നത്. 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിൽ. ഓക്കെ, തെക്കൻ തിരുവിതാംകൂറിലെ കാര്യമാണ്. ഇനി വസ്ത്രം ഒരു സമരായുധം എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. പലതരം ചൂഷണങ്ങൾക്കെതിരെ ഒരു സമരായുധമായി വസ്ത്രത്തെ കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടങ്ങൾ. അപ്പോൾ മഹാത്മാഗാന്ധിയും വസ്ത്രവും തമ്മിലുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. മഹാത്മാഗാന്ധി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഗാന്ധി, ചർക്ക, നൂൽനൂൽപ്പ്, വിദേശ വസ്ത്ര ബഹിഷ്കരണമൊക്കെ ഓർമ്മ വരും അല്ലേ? അപ്പോൾ ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കിയ കാര്യങ്ങളാണ് ഇതൊക്കെ. ഖാദി, ചർക്ക, നൂൽനൂൽപ്പ്, വിദേശ വസ്ത്ര ബഹിഷ്കരണം. ഇപ്പോൾ ചർക്കയിൽ നൂൽ നൂറ്റുകൊണ്ടിരിക്കുന്ന ഖാദി വസ്ത്രങ്ങളാണ് ഗാന്ധിജി പ്രോത്സാഹിപ്പിച്ചിരുന്നത്. ഖാദി വസ്ത്രങ്ങളുടെ പ്രോത്സാഹനമാണ് ഗാന്ധിജി അല്ലേ? ഇപ്പോൾ വിദേശ വസ്ത്ര ബഹിഷ്കരണം ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. സ്വദേശീവൽക്കരണം അല്ലേ? അപ്പോൾ ഖാദി വസ്ത്രങ്ങൾ ധരിക്കുവാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇത്തരത്തിൽ സ്വദേശി വസ്ത്രങ്ങൾ നിർമ്മിച്ച് ഉപയോഗിച്ചുകൊണ്ട് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഗാന്ധിജി നൂൽ നിൽക്കുന്ന ചിത്രവും ഇപ്പോൾ വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ച് നശിപ്പിക്കുന്നതിൻ്റെ ഒരു ചിത്രങ്ങളൊക്കെ, തീയിട്ട് കത്തിക്കുന്നതിൻ്റെ ഒരു ചിത്രമൊക്കെയാണ് കൊടുത്തേക്കുന്നത്. വസ്ത്രത്തെയും വസ്ത്രധാരണത്തെയും സമരായുധമാക്കിക്കൊണ്ട് അദ്ദേഹം സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന പ്രക്ഷോഭമാക്കി മാറ്റി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രതീകമായി ചർക്ക മാറി. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രതീകമായിട്ട് ചർക്ക മാറി. ഖാദി വസ്ത്രം, ഖാദി തൊപ്പി, ഇതെല്ലാം എന്താ? ദേശാഭിമാനത്തിൻ്റെ അടയാളമായി. ഖാദി വസ്ത്രം ധരിക്കുന്നതും ഖാദി തൊപ്പി വെക്കുന്നതും എല്ലാം ദേശാഭിമാനി, ആ ഒരു അഭിമാനത്തിൻ്റെ ഒരു അടയാളമായി മാറിക്കൊണ്ടിരുന്നു. പിന്നീട് സ്വദേശി പ്രസ്ഥാനത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വസ്ത്രം പുരാതന കാലത്തെ വസ്ത്രം എങ്ങനെയാണ് ഉണ്ടായി തുടങ്ങിയത് എന്നുള്ളതിൽ നിന്നാണ് ചർച്ച തുടങ്ങിയത്. അവിടെ നിന്ന് എവിടെ വരെ എത്തി? നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലെ വസ്ത്രത്തിൻ്റെ പങ്ക് വരെ നമ്മൾ പറഞ്ഞെത്തി അല്ലേ? അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി 1905 ആഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്. ഇപ്പോൾ സ്വദേശി പ്രസ്ഥാനം എന്നാണ് ആരംഭിച്ചത്? പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. 1905 ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്. 1905 ഓഗസ്റ്റ് 7. ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ഉപേക്ഷിക്കുക. സ്വദേശി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുക. അതന്നെ സ്വദേശീവൽക്കരണം. സ്വദേശി. ബ്രിട്ടീഷ് നിർമ്മിതമായിട്ടുള്ള വസ്തുക്കളെല്ലാം ഉപേക്ഷിക്കുക. ഇന്ത്യൻ നിർമ്മിത വസ്തുക്കളുടെ ഉൽപ്പാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുക. ഇത് തന്നെ സ്വദേശീവൽക്കരണം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ലക്ഷ്യം. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച ആഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി 2015 മുതൽ ഇന്ത്യയിൽ ആചരിച്ചു വരുന്നു. അപ്പോൾ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച ഓഗസ്റ്റ് 7 എന്താ? ദേശീയ കൈത്തറി ദിനമായിട്ട് എപ്പോൾ മുതൽ? 2015 മുതൽ ഇന്ത്യയിൽ ആചരിച്ചു വരുന്നുണ്ട്. പിന്നെ ഖാദി പ്രസ്ഥാനത്തിനെ കുറിച്ചാണ് പറയുന്നത്. 1918 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഖാദി പ്രസ്ഥാനം.
ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഖാദിക്ക് സവിശേഷമായ ഒരു സ്ഥാനമുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. ഖാദി പ്രസ്ഥാനം ശക്തമായതോടെ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്ന് ചർക്കയുടെ ശബ്ദമുയർന്നു. ഖാദി പ്രസ്ഥാനം ശക്തമായതോടെ ചർക്ക വ്യാപകമായിട്ട് വന്നു. ഖാദി വസ്ത്രം ഇന്ത്യയിലെമ്പാടും വ്യാപകമായി. ഇന്നും ഒരുപാട് ആൾക്കാർ ഖാദി വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നതൊക്കെ നമുക്കറിയാവുന്നതാണ് അല്ലേ. അപ്പോൾ ഖാദി വസ്ത്രത്തിൻ്റെ ഒരു പ്രാധാന്യത്തിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. പിന്നെ വസ്ത്രധാരണ രംഗത്തെ പുത്തൻ പ്രവണതകൾ. ഏകദേശം നമ്മളെ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. വസ്ത്രനിർമ്മാണ രീതിയിൽ മാത്രമല്ല, രൂപകൽപ്പനയിലും ശൈലിയിലും ഉപയോഗത്തിലും പ്രതിദിനം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. വ്യക്തിപരമായ മുൻഗണനകളും താൽപ്പര്യങ്ങളും സൗകര്യങ്ങളും ഇന്നത്തെ വസ്ത്രധാരണത്തെ ശക്തമായി സ്വാധീനിക്കുന്നുണ്ട്. സൗന്ദര്യ സങ്കല്പത്തിലെ മാറ്റത്തിനനുസരിച്ച് പുത്തൻ വേഷവിധാനത്തിലും കൗതുകകരമായ വളർച്ചയുണ്ടാക്കി. അതായത് നമ്മൾ ഒരുപാട് പരസ്യങ്ങൾ, സിനിമകൾ, സാമൂഹ്യ മാധ്യമങ്ങൾ, ഇതിലൊക്കെ നമ്മൾ കണ്ടിട്ട് നമ്മൾ വളരെയധികം അവരുടെ വസ്ത്രധാരണ രീതികൾ സ്വാധീനിക്കുന്നുണ്ട് അല്ലേ. കാര്യപ്പെട്ട രീതിയിൽ തന്നെ സ്വാധീനിക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള വസ്ത്രധാരണ രീതികൾ ഇന്ന് കടകളിൽ അവൈലബിൾ ആവുന്നു. അത് നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നു. അപ്പോൾ അത് മനുഷ്യരിൽ ചെലുത്തുന്ന ഒരു സ്വാധീനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ന് ഫാഷൻ ഡിസൈനിങ്, എംബ്രോയിഡറി തുടങ്ങിയ മേഖലകൾ ധാരാളം തൊഴിലവസരങ്ങൾ തുറന്നിടുന്നുണ്ട്. ഫാഷൻ ഡിസൈനിങ് ഇന്ന് വലിയ തൊഴിൽ സാധ്യതയുള്ള പഠന മേഖലയായി വളർന്നിരിക്കുന്നു. ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്ന ഒരു പഠന മേഖലയെക്കുറിച്ച് അവിടെ പറയുന്നു. അപ്പോൾ വസ്ത്രനിർമ്മാണ രംഗത്തെ വിവിധ തൊഴിൽ മേഖലകൾ ഏതൊക്കെയാണ്? നെയ്ത്ത്, വസ്ത്രാലങ്കാരം, തുന്നൽ, എംബ്രോയിഡറി, ഡിസൈനിങ്, ചായമുക്കൽ, നൂൽപ്പ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെക്കുറിച്ചാണ് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കുക. പിന്നെ അടുത്ത കുറച്ച് ഹെഡിങ്ങുകൾ കൊടുത്തിട്ടുള്ളത് പാഴ്വസ്തുക്കൾ കൊണ്ട് പരവതാനിയുമായി പ്രവൃത്തി പരിചയമേഖലയിലെ പ്രതിഭകൾ, പഴയ വസ്ത്രങ്ങൾ കൊണ്ട് കരകൗശല ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതിയുമായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത്, സാരി തരൂ സഞ്ചി തരാം പദ്ധതിയുമായി വടകര നഗരസഭ, ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് വസ്ത്ര സമാഹരണ യത്നവുമായി സന്നദ്ധ സംഘടനകൾ. അതായത് ഇവിടെ പറയുന്നത് വസ്ത്രത്തിൻ്റെ പുനരുപയോഗ സാധ്യതകളെ കുറിച്ചാണ്. ലോകത്താകെ ടൺ കണക്കിന് വസ്ത്രങ്ങളാണ് വലിച്ചെറിയപ്പെടുന്നത്. പരിസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കുന്നു. ഈ വലിച്ചെറിയപ്പെടുന്നത് കൊണ്ട് പരിസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കുന്നു. ഉപയോഗിക്കാത്ത വസ്ത്രങ്ങളും ഉപേക്ഷിക്കുന്ന വസ്ത്രങ്ങളും നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ ആവശ്യത്തിനുള്ള വസ്ത്രമല്ലല്ലോ, ഓരോ ആളെ സ്വന്തമായി ചിന്തിച്ചാൽ അറിയാം. നമ്മൾ ഓരോ ആൾക്കും ആവശ്യത്തിൽ കൂടുതൽ വസ്ത്രങ്ങൾ ഇന്ന് വാങ്ങിച്ചു വെക്കുന്നുണ്ട്. നമ്മളിത് എത്ര തവണ ഉപയോഗിക്കുന്നുണ്ട്, എത്ര തവണ ഉപയോഗിച്ചതിന് ശേഷം നമ്മളിത് ഉപേക്ഷിക്കുന്നുണ്ട്, ഇത് ഉപയോഗിച്ചിട്ട് നമ്മളിത് എന്ത് ചെയ്യുന്നു. അപ്പം ഇതൊക്കെ വലിച്ചെറിയപ്പെടുന്നുണ്ട്. ഇത് നമ്മുടെ അന്തരീക്ഷത്തെ, നമ്മുടെ പ്രകൃതിയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് അല്ലേ. അപ്പം നമ്മുടെ നാട്ടിൽ ഇതൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിനെ വീണ്ടും ഉപയോഗപ്രദമായ രീതിയിലേക്ക് മാറ്റാൻ പറ്റുക, അതൊക്കെയാണ് ഇവിടെ ഒരു ചിത്രത്തിലൂടെ കൊടുത്തിരിക്കുന്നത്. വീണ്ടും എങ്ങനെയാണ് റീസൈക്കിൾഡ് വരുന്നത് എന്നുള്ളത്. വസ്ത്രധാരണത്തിലെ നാൾവഴികൾ നിരീക്ഷിച്ചാൽ ആദ്യകാലത്ത് ശരീര സംരക്ഷണത്തിന് പ്രാധാന്യം നൽകിയിരുന്നതെന്ന് കാണാം. തുടർന്ന് ഭൂപ്രകൃതിയും കാലാവസ്ഥയും വസ്ത്രനിർമ്മാണത്തിലും വസ്ത്രധാരണ രീതിയിലും സ്വാധീനം ചെലുത്തി. മാറിവരുന്ന സൗന്ദര്യ സങ്കല്പങ്ങളും സാംസ്കാരിക വൈവിധ്യങ്ങളും വർത്തമാനകാലത്തെ വസ്ത്രരീതിയെ സ്വാധീനിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അത്ര വലിയൊരു ചാപ്റ്ററൊന്നുമല്ല, എന്നാലും അത്യാവശ്യം കാര്യങ്ങൾ നമുക്കിതിൽ പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ വസ്ത്രം ഉണ്ടാകുന്നത് മുതൽ സ്വാതന്ത്ര്യ സമരത്തിൽ ചെലുത്തുന്ന കാര്യങ്ങൾ, സ്വദേശി പ്രസ്ഥാനം, ഖാദി പ്രസ്ഥാനം, ഇതൊക്കെ ഇതിൻ്റെ വർഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. ഇപ്പോൾ 2015 മുതൽ ദേശീയ കൈത്തറി ദിനം ആയിട്ട് ആചരിക്കുന്നു എന്ന് പറയുന്നതൊക്കെ ഓർത്തു വെക്കുക. സമരായുധമായിട്ട് വസ്ത്രത്തിന് ഉപയോഗിച്ചു. തിരുവിതാംകൂറിൻ്റെ കാര്യം, മേൽമുണ്ട് സമരത്തിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് പറഞ്ഞു. മാറുമറക്കൽ സമരത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വിവിധ തരം വസ്ത്രങ്ങൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്, കാലാവസ്ഥ, രോഗപ്രതിരോധം, തൊഴിൽ വൈവിധ്യങ്ങളിൽ ഒക്കെ പലതരത്തിലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു. പിന്നെ എന്തൊക്കെ തരത്തിലുള്ള തുണികൾ, പ്രകൃതിദത്ത നാരുകളുണ്ട്, പെട്രോളിയം പോലുള്ള ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്ന കൃത്രിമ നാരുകളുണ്ട്, ഇതിനൊക്കെ കുറിച്ച് പറഞ്ഞു. പിന്നെ യന്ത്രങ്ങളുടെ ഉപയോഗം, യൂറോപ്യന്മാർ ഇവിടെ വരുന്നതും അവരുടെ സാധനങ്ങൾ വിറ്റഴിക്കുന്നതിനെക്കുറിച്ചും നമ്മുടെ സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ചും, യന്ത്രത്തറികൾ, സ്പിന്നിങ് ജെന്നി, അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, നീലം ചെടി, ചണം, പരുത്തി, പിന്നെ നമ്മുടെ ആദ്യകാലത്തെ കൈത്തറി യന്ത്രം, നൂൽപ്പ് യന്ത്രം, സിന്ധു നദീതടത്തിലെ കാര്യങ്ങൾ, നെയ്ത്ത് വിദ്യേനെക്കുറിച്ച്, പിന്നെ പുരാതന കാലത്ത് ആദിമ മനുഷ്യർ എങ്ങനെയാണ് വസ്ത്രങ്ങൾ നിർമ്മിച്ചിരുന്നത്, അവരെങ്ങനെയാണ് തുന്നിയിരുന്നത്,
എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണല്ലേ. അപ്പോൾ എല്ലാം ഒന്ന് വായിച്ചു നോക്കുക. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം PSC യാത്ര എന്ന് പറയുന്നത്